ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കുക്ക് ബുക്ക് ആൻഡ് മൈ ജേർണീസ്. ഓക്കെ, ഇന്ന് ഞാൻ ഒരു ചക്കപ്പഴം കൊണ്ടുള്ള ഒരു ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം ഇവിടെ വന്നിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് 2 മാസമായി. കാര്യം ചക്ക മാങ്ങയുടെയൊക്കെ സീസണാണല്ലോ, അപ്പോൾ ചക്കയും മാങ്ങയൊക്കെ അധികം തിന്നണമെന്ന് തോന്നി. അങ്ങനെ 2-3 പ്രാവശ്യം വന്നപ്പോഴും ചക്കയുടെ മാങ്ങയുടെ സീസണൊക്കെ കഴിഞ്ഞു പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം എന്തായാലും നേരത്തെ വരണം, ചക്കയും മാങ്ങയൊക്കെ കഴിക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്തായാലും വന്നു. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഒരാൾ കൊണ്ടു തന്നെയാണ്, ഫ്രണ്ട്സ് കൊണ്ടു തന്നെയാണ് ചക്കപ്പഴം. അപ്പോൾ നല്ല ചക്കപ്പഴം കുറച്ചപ്പം ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് വൈകുന്നേരം നോയമ്പല്ലേ, അപ്പം നോയമ്പ് പിറക്കാൻ വേണ്ടിയിട്ട് ഒരു ചക്കപ്പഴത്തിൻ്റെ ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മളിപ്പോൾ ചക്കപ്പഴം കിട്ടുന്നത് കാരണം ചക്കപ്പഴത്തിൻ്റെ ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. നല്ല ഹെൽത്തിയായ ഒരു ജ്യൂസാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ വേണ്ട ചക്ക ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു 3 ചുളയെടുത്തിട്ടുള്ളത് ഞാൻ ഈ ഷൂട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പം അല്ലെങ്കിൽ കുറേ നേരം ആവത്തില്ല ഉണ്ടാക്കി വെച്ചിരുന്നിട്ട്, അതുകൊണ്ട് ഇപ്പം ഞാൻ കുറച്ച് മാത്രം എടുത്തിട്ട് കാണിക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇത് വന്ന് ഇതിൻ്റെ കൂടെ ഒരു 4-5 ബദാം, പിന്നെ വാൾനട്ട്, ഒരു 4-5-6 വാൾനട്ട്, പിന്നെ 2 ഈത്തപ്പഴം നല്ല മധുരമുള്ളതാണ് ഈത്തപ്പഴം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഷുഗറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. 2 ഈത്തപ്പഴം, പിന്നെ കാഷ്നട്ട് ഇത്രയാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ഇടുന്ന നട്ട്സുകൾ. അപ്പം നല്ല മധുരം 2 എണ്ണം ആയപ്പോൾ, ഈത്തപ്പഴം 2 എണ്ണം ആയപ്പോൾ നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വേറൊന്നും വേണ്ട. അപ്പോൾ ഇത് ഇത്രയും നമുക്ക് ഹെൽത്തിയായ ഒരു ആഹാര ഫുഡാണ്. അപ്പം നമുക്കിത് ജ്യൂസായിട്ട് അടിച്ച് കുടിക്കുന്നത് കൊണ്ട് ശരീരത്തിൽ വേഗം തന്നെ ഇത് ഡൈല്യൂട്ടായി പോവും. നമ്മൾ ഷുഗറുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ഇപ്പോൾ രാവിലെ എക്സസൈസൊക്കെ കഴിഞ്ഞ് നമ്മൾ യോഗയെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമുക്കിത് രാവിലെ ഇത് ചക്കപ്പഴം ഉള്ളത് കാരണം രാവിലെ ഇത് 1 ഗ്ലാസ് അടിച്ച് നമ്മൾ കഴിക്കുവാണെങ്കിൽ അപ്പോൾ ഈ നട്ട്സുകളെല്ലാം നമ്മുടെ ശരീരത്തിന് വേണ്ടുന്നതെല്ലാം ആയി. ചക്കപ്പഴവും നല്ല പൊട്ടാസ്യം കൂടുതലുള്ള ഒരു പഴമാണ് ചക്കപ്പഴം. അപ്പം അത് നമുക്ക് കഴിക്കുന്നത് കൊണ്ടും നല്ലതാണ്. അപ്പം വേഗം ഒരു ജ്യൂസ് കുടിക്കുന്നതിന് തുല്യമായി, ശരീരത്തിന് ഹെൽത്തുമായി. വേറൊന്നും കഴിക്കേണ്ട, രാവിലെ ആകുമ്പോൾ വേറൊന്നും നമ്മൾ കഴിക്കേണ്ട ആവശ്യവും നമുക്ക് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു ഷൂട്ട് എടുത്ത് കാണിക്കാം എന്ന് വിചാരിച്ച്. അങ്ങനെ അപ്പോൾ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്, എന്താ ചക്കപ്പഴത്തിൻ്റെ ജ്യൂസ് ഉണ്ടാക്കിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സമയം കിട്ടാത്തത് കൊണ്ട് ആണ് ഇതുവരെയും ഉണ്ടാക്കാൻ പറ്റാഞ്ഞിട്ട് ഇതാക്കിയത്. അപ്പോൾ ഇന്ന് ലാസ്റ്റ് നോയമ്പല്ലേ, എന്തായാലും ഇതങ്ങ് നോയമ്പിന് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ ചക്കപ്പഴത്തിൻ്റെ ജ്യൂസ് ഇടുകയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണിക്കാം. അപ്പോൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ കുറച്ച് സോയാ സീഡ് എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചതാണ് ഇത്. നമുക്ക് ഇത് നല്ല നോയമ്പായതുകൊണ്ട് നല്ല തണുപ്പും ശരീരത്തിനും ഉണ്ടാവും. അപ്പോൾ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എടുത്തിട്ട് വെള്ളത്തിലൊന്ന് കലക്കി കുറച്ച് നേരമായി വെച്ച്, പിന്നെ നല്ല ഐസിനകത്ത് മുക്കിയിട്ട് പാലാണ്, അതും കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള പാല് നമുക്കെടുത്ത് കുറച്ച് കൂടുതലാകുമ്പോൾ അധികം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇതിപ്പം ചെറിയൊരു ഗ്ലാസ്സിലേക്ക് കുറച്ച് മാത്രം എടുത്ത് കാണിക്കാനും കുറച്ച് പാലൊഴിച്ച് ഐസിനകത്ത് വെച്ച് നല്ല തണുപ്പിച്ച് ഇതാക്കിയ പാലാണ് ഇത്. അപ്പം ഇത് എല്ലാം കൂടി ഒന്ന് നമുക്ക് ജ്യൂസാക്കി കൊണ്ടുവരാം. അതാണ് എല്ലാം കൂടി ഒന്ന് ജ്യൂസാക്കി കൊണ്ടുവരുന്നുണ്ട്. ജ്യൂസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റുള്ള നല്ല ഒരു ജ്യൂസാണ്. ഏവർക്കും ഈസി ആയിട്ട് അടിച്ച് എടുത്ത് കഴിക്കാനും നല്ല ഹെൽത്തിയായ ഒരു ജ്യൂസ് കൂടിയാണ് ഇത്. അപ്പോൾ ഇതിനകത്ത് നട്ട്സൊക്കെ ചേരുന്നില്ലേ, പിന്നെ ചക്കപ്പഴം എല്ലാം ചേരുന്നില്ലേ, അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ജ്യൂസാണ്. പിന്നെ ഷുഗറുകാർക്കും പറ്റിയ ഒരു ജ്യൂസാണ്. രാവിലെ വാക്കിങ്ങിനൊക്കെ പോയിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, നടന്നിട്ട് വരുമ്പം ഹെൽത്തിയായ നട്ട്സുകളും ചക്കപ്പഴവും കൂടെ ചേരുമ്പോഴത്തേക്ക് നല്ല ഒരു സുഖമാണ് കുടിക്കാൻ. പിന്നെ കൊച്ചു കുട്ടികൾക്കും ഇതിന് കൂടെ വന്നിട്ട് ഐസ്ക്രീം പോലെ ആക്കി ഒരു ബോളിനകത്ത് ഒഴിച്ചിട്ട് ഐസ്ക്രീം പോലെ വേണമെങ്കിൽ അതിൻ്റെ പുറത്ത് കുറച്ച് ഐസ്ക്രീമും കൂടെ തൂങ്ങിയിട്ട് അങ്ങനെ കുട്ടികൾക്ക് ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുക്കുമ്പോൾ ഐസ്ക്രീമായിട്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്കും ഹെൽത്തിയായ നല്ലൊരു ജ്യൂസ് ഐസ്ക്രീം ശരീരത്ത് അവർക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവർക്കും ഒരു ഹെൽത്തിയായ
ഫുഡായി നമുക്കിത് ഉപയോഗിക്കാം. കുട്ടികളും നല്ല കഴിക്കും. ഞാനിവിടെ ഐസ്ക്രീമും പോലെ ആക്കിയിട്ട് കുറച്ച് ഐസ്ക്രീമും അടിയിലും മേലും തൂകി നടക്ക് ഈ മഞ്ഞ കളറും മേളിൽ വെള്ള കളറുമായിട്ട് ഇങ്ങനെ ആക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഭയങ്കര ടേസ്റ്റായിട്ട് നല്ല ഉണ്ട് മമ്മമ്മ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും മേടിച്ച് കുടിക്കലുമുണ്ട്. അപ്പം നിങ്ങളും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നമുക്കിത് എല്ലാം ഇട്ടിരിക്കുന്നത് കൊണ്ട് മധുരം ഒന്നും അധികം ഇടേണ്ട ആവശ്യമില്ല. മധുരം ഇതിനകത്ത് തന്നെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള നാച്ചുറലായിട്ടുള്ള മധുരമാണ് ഇപ്പോൾ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഹെൽത്തി ജ്യൂസുമാണ്. അപ്പം എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക. നോയമ്പിൻ്റെ സമയം ലാസ്റ്റ് ദിവസമാണിന്ന്. അതുകൊണ്ട് ഞാനിന്ന് വേഗം തന്നെ ഇത് മറന്നു പോവാതെ ഷൂട്ട് ചെയ്തതാണ്. എല്ലാവർക്കും വേണ്ടിയിട്ട് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. ഓക്കെ, അടുത്ത ഒരു എപ്പിസോഡുമായി വരുന്നത് വരെ ഓക്കെ, ബൈ ബൈ.